ഫാമിലി. അപ്പൊ നമ്മുടെ ഫിസിക്സിലെ പ്രാക്ടിക്കൽസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ലിക്വിഡ് ലെൻസ് എന്ന് പറയുന്ന എക്സ്പെരിമെന്റ് ആണ് നമ്മൾ അടിപൊളിയായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് അറിയണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു എക്സ്പെരിമെന്റിന്റെ എയിം എന്ന് പറയുന്നത്, നമ്മുടെ ലിക്വിഡ് ലെൻസ് എന്ന് പറയുന്നതിന്റെ എയിം എന്ന് പറയുന്നത് ഈ ലിക്വിഡ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ഈ എക്സ്പെരിമെന്റിന് ആവശ്യമുള്ളതെന്നാണ് ആദ്യം അറിയേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ഒരു കോൺവെക്സ് ലെൻസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഈ ഒരു കോൺവെക്സ് ലെൻസ് വേണം. അതേപോലെ തന്നെ ലിക്വിഡ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ലിക്വിഡ് ഉപയോഗിക്കേണ്ടതുണ്ട്. സോ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ലിക്വിഡ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ വെള്ളം, വാട്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യുക. സോ കോൺവെക്സ് ലെൻസും വെള്ളവുമാണ് നമുക്ക് ആദ്യം വേണ്ടത്. പിന്നെ നമുക്ക് ഒരു മിററിന്റെ ആവശ്യമുണ്ട്. സാധാരണ പ്ലെയിൻ ആയിട്ടുള്ള മിററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ നമുക്കൊരു പോയിന്റർ നമ്മളൊരു നീഡിലാണ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് നമുക്ക് ആവശ്യമാണ്. ആൻഡ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് റീഡിങ് എടുക്കേണ്ടതുണ്ട് അല്ലേ. അപ്പൊ ഈ റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്കെയിൽ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ലിക്വിഡ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ എക്സ്പെരിമെന്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ രണ്ട് ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഭാഗത്തിൽ നമ്മളുടെ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പോയിന്ററിനെ ഈ സ്റ്റാൻഡിലേക്ക് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ സ്റ്റാൻഡിന്റെ അടിയിലായിട്ട് നമ്മൾ ആദ്യം വെക്കേണ്ടത് നമ്മുടെ പ്ലെയിൻ മിററാണ്. ഓക്കെ, അപ്പൊ ഈ പ്ലെയിൻ മിററിനെ നമ്മൾ ജസ്റ്റ് ഈ ഒരു പോയിന്ററിന് താഴെ ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി അതിനുശേഷം നമ്മൾ ആ ഒരു പ്ലെയിൻ മിററിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു ലെൻസിനെ പ്ലേസ് ചെയ്യാം. ആൻഡ് നമ്മൾ റീഡിങ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഉള്ളിൽ, ഈ ഒരു ലെൻസിന്റെ ഉള്ളിൽ ഈ മുകളിലുള്ള ഈ ഒരു പോയിന്ററിന്റെ കൃത്യമായിട്ടുള്ള ഇമേജ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ആ ഇമേജ് കോയിൻസൈഡ് ചെയ്യുന്നത്, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പോയിന്റർ ഇങ്ങനെയാണ് നിൽക്കുന്നത് അല്ലേ. ആൻഡ് ഈ ലെൻസിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ആ പോയിന്ററിന്റെ ഇമേജ് ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കാണുക. ഇനി നമ്മൾ എടുക്കേണ്ട റീഡിങ് എന്താന്ന് വെച്ചാൽ, ഈ ഒരു പോയിന്ററും അതേപോലെ തന്നെ അതിന്റെ ഇമേജും കോയിൻസൈഡ് ഇതുപോലെ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ആ ഒരു പൊസിഷൻ നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മിസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ ഇപ്പം കൃത്യമായിട്ട് പോയിന്ററും, അപ്പൊ നമ്മളുടെ ഇമേജ് എങ്ങനെയാണ് കാണുക എന്നാണ് നിങ്ങൾ കാണുന്നത്. സോ ഇതാണ് നമ്മളുടെ പോയിന്റർ അല്ലേ, ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റ്. ആൻഡ് ഈ ഒരു ലെൻസിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇതിന്റെ ഈ ഒരു ലെൻസിന്റെ ഉള്ളിലായിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഒരു പെന്ന് നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് നമ്മുടെ പോയിന്ററിന്റെ ഇമേജ് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു പോയിന്ററും അതേപോലെ തന്നെ അതിന്റെ ഇമേജും ഇപ്പൊ കോയിൻസൈഡ് ചെയ്യുന്നതായിട്ടല്ല നമുക്ക് കാണുന്നത് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇതിന്റെ ഹൈറ്റ് ഒന്ന് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കറക്റ്റായിട്ട് പോയിന്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മാറ്റണം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ തിരിച്ചറിയുന്നുണ്ടാവില്ല. അതായത് നമ്മളുടെ ഈ ഒരു പോയിന്ററും അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഇമേജും ഇപ്പോൾ ഒരേ ഒരു ലൈനിലായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അല്ലേ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ പോലെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി നമുക്ക് റീഡിങ് എടുക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മളുടെ കണ്ണുകളിലൂടെയാണ് ഇത് ഫോക്കസ് ചെയ്യണത് അല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ മുൻപോട്ടും അതുപോലെ തന്നെ പുറകോട്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പോയിന്ററും അതേപോലെ തന്നെ നമ്മുടെ ഇമേജും ഒരേ ലൈനിൽ, അതായത് ഇപ്പം നമ്മളുടെ ഇതാണ് പോയിന്റർ എന്ന് വിചാരിക്കുക, ഇതാണ് നമ്മളുടെ ഇമേജ് എന്നുണ്ടെങ്കിൽ, നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ, അതായത് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴും പുറകോട്ട് പോകുമ്പോഴും ഇമേജും പോയിന്ററും ഒരേപോലെ മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അതാണ് നമ്മുടെ റീഡിങ് എടുക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് മൂവ് ചെയ്ത് നോക്കാം. ഒന്ന് മുൻപോട്ടും ഒന്ന് പുറകോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ലേ, ഒരേ ലൈനിലാണ് അത് പോകുന്നത് അല്ലേ, ഒരേ ലൈനിൽ നിങ്ങൾക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മൾ റീഡിങ് എടുക്കേണ്ടത്. ഇനി റീഡിങ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ രണ്ട് രീതിയിൽ റീഡിങ് എടുക്കണം. അതായത് ഈ ലെൻസിന്റെ അടിഭാഗത്ത് നിന്നുള്ളത്. സോ നമുക്കിവിടെ രണ്ട് രീതിയിലാണ് റീഡിങ് എടുക്കാനുള്ളത്. ഒന്ന് നമ്മുടെ ലെൻസിന്റെ അടിഭാഗത്ത് നിന്നും, അതായത് ഈ മിററിന്റെ സർഫസിൽ നിന്നും നമുക്ക് റീഡിങ് എടുക്കാനുണ്ട്. ഈ പോയിന്റർ വരെയുള്ള റീഡിംഗ് ആണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഫ്രം ദ ബോട്ടം ഓഫ് ദ സർഫസ് ഓഫ് ദ ലെൻസിൽ നിന്നും ഈ പോയിന്റർ വരെയുള്ള ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കേണ്ടത്. സോ നമുക്കത് മാർക്ക് ചെയ്യാം. ഇനി അതിനുശേഷം നമ്മളുടെ ടോപ്പ് ഓഫ് ദി സർഫസിൽ നിന്ന്, അതായത് ഈ ഒരു ലെൻസിന്റെ ടോപ്പിൽ നിന്നുമുള്ള റീഡിംഗ് കൂടെ നമുക്ക് എടുക്കണം. അപ്പോൾ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ എത്രയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം.
ഇതേ ഒരു പ്രൊസീജിയർ നമ്മൾ ഒരു 2-3 തവണ കൂടെ റിപ്പീറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ മീൻ വാല്യൂ എടുക്കുകയാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ നമ്മളുടെ നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മുടെ കോമ്പിനേഷൻ ഓഫ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ നേരത്തെ ഉള്ള ഈ ഒരു കോൺവെക്സ് ലെൻസിനെ നമ്മൾ ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് ഈ ഒരു പ്ലെയിൻ മിററിന്റെ മുകളിലേക്ക് നമ്മൾ ജസ്റ്റ് 1 അല്ലെങ്കിൽ ഒരു 2 ഡ്രോപ്സ് ഓഫ് വാട്ടർ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മളൊന്ന് പ്ലേസ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളുടെ കോൺവെക്സ് ലെൻസിനെ നമ്മൾ പ്ലേസ് ചെയ്യാണ് വേണ്ടത്. സോ ഇപ്പോൾ അടിയിൽ നമ്മുടെ ലിക്വിഡും മുകളിൽ നമ്മുടെ കോൺവെക്സ് ലെൻസും ആണ്. സോ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ, അടിയിലുള്ള ലിക്വിഡ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള മിററായിട്ട് ആക്ട് ചെയ്യും ആൻഡ് മുകളിലുള്ളത് ഒരു കോൺവെക്സ് ലെൻസ് ആയിട്ട് ആക്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഇതെന്താണ്, ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഇപ്പോൾ ഇതിവിടെ ആക്ട് ചെയ്യുക. ഇനി നമ്മുടെ സെയിം പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് നമ്മളുടെ പോയിന്റും അതേപോലെ തന്നെ നമ്മുടെ ലെൻസിൻ്റെ ഉള്ളിൽ, ഇതാണ് നമ്മുടെ പ്ലാനോ കോൺവെക്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് മുകളിൽ നമ്മുടെ കോൺവെക്സ് ലെൻസ് ആണ്, ഉള്ളിൽ ആ ലിക്വിഡ് വരുന്ന ഭാഗമാണ് പ്ലെയിൻ ആയിട്ട് ആക്ട് ചെയ്യുക അടിയിൽ. അപ്പോൾ നമ്മൾ എടുക്കുന്ന റീഡിംഗ് എല്ലാം ഈ ഒരു വാട്ടർ ഉള്ള റീജിയൻ്റെ ഉള്ളിൽ നിന്ന് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ വാട്ടറിൻ്റെ റീജിയൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുകളിലുള്ള നമ്മുടെ പോയിന്റും അതിൻ്റെ ഇമേജ് ആയിട്ട് ഓപ്പോസിറ്റിൽ ഈ പെൻ നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ അവരിപ്പോൾ കോയിൻസൈഡിങ് അല്ല, ചെറിയ ഒരു മാറ്റത്തിലാണ് നിൽക്കുന്നത് അല്ലേ. ഇപ്പം നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കി നോക്കുക, ആ 2 പോയിന്റും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലെൻസ് ആയതുകൊണ്ട് തന്നെ വെള്ളം കൂടെ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പോയിന്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു പോയിന്ററും അതേപോലെ നമ്മുടെ ഇമേജും ഒരുപോലെ വരുന്ന രീതിയിൽ നമ്മൾ ഇമേജിൻ്റെ ഹൈറ്റ്, അതായത് നമ്മുടെ പോയിന്റർ ഹൈറ്റ് നമ്മൾ ഫിക്സ് ചെയ്യണം. ആൻഡ് ഓൾസോ ആ റീഡിങ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ മുൻപോട്ടും അതേപോലെ തന്നെ പുറകോട്ടും നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് പോയിന്ററും ഇമേജും ഒരേപോലെ മൂവ് ചെയ്യുന്ന പോയിന്റാണ് നമുക്ക് ഫിക്സ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങളൊന്ന് മുമ്പോട്ടും പുറകോട്ടും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപോലെ അല്ല അല്ലേ. പോയിന്ററും അതേപോലെ ഇമേജും പോകുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലേക്കാണ്. സോ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ആ പോയിന്ററിനെ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ നമുക്ക് വെക്കാം. സോ ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് നമ്മുടെ പോയിന്ററും അതേപോലെ തന്നെ നമ്മളുടെ ഇമേജും ഒരേ രീതിയിൽ കോയിൻസൈഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടാവും. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ നോക്കുമ്പോൾ പോയിന്ററും അതേപോലെ തന്നെ ഇമേജും ഒരേ ഒരു ലൈനിൽ നിൽക്കുന്ന പോലെയാണ് തോന്നുക. ചിലപ്പോൾ ക്ലിയർ ആയിട്ട് ഇമേജ് കാണുന്നുണ്ടാവില്ല, അത് ആ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. ഇനി അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഇതാണ് നമ്മുടെ ഇമേജ് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത്, മുൻപോട്ട് പോകുമ്പോഴും പുറകോട്ട് പോകുമ്പോഴും ഒരേപോലെ നമ്മുടെ ഇമേജും പോയിന്ററും മൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ ഒന്ന് നമുക്ക് മുമ്പോട്ടും പുറകോട്ടും വന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് മുമ്പോട്ട് പുറകോട്ട് വരുന്ന സമയത്ത് ഒരേ ലൈനിൽ അവർ മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇമേജും പോയിന്ററും സെപ്പറേറ്റ് ഡയറക്ഷനിലേക്കല്ല പോകുന്നത്, ഒരേ ഒരു ഡയറക്ഷനിലേക്ക് പോകുന്ന പോലെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത്. സോ ഇതാണ് നമ്മുടെ റീഡിങ് എടുക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് നമ്മുടെ സർഫസിൻ്റെ ലിക്വിഡ് അതായത് നമ്മുടെ ലെൻസിൻ്റെ ബോട്ടത്തിൽ നിന്നും അതേപോലെ തന്നെ അപ്പർ സർഫസിൽ നിന്നുമുള്ള പോയിന്ററിലേക്കുള്ള ദൂരം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്കെയിൽ വെച്ച് നമുക്കൊന്ന് അളക്കാം. സോ നമ്മൾ ലോവർ സർഫസിൽ നിന്നും നമ്മുടെ പോയിന്റർ വരെയുള്ള റീഡിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു 16, ഏകദേശം ഒരു 16 ആണ്, 16.5. ഓക്കെ, അപ്പം നമ്മൾ റീഡിംഗ് എടുക്കാൻ പോവാണ്. അപ്പം ലോവർ സർഫസിൽ നിന്നുള്ള റീഡിംഗ് ആണ് ആദ്യം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ പോയിന്റർ ഒരു 16.1, 16.2, 16.3 കിടക്കുന്നത് അല്ലേ. അപ്പോൾ 16.3 നമ്മൾ സെലക്ട് ചെയ്തു. അതേപോലെ അപ്പർ സർഫസിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ ഒരു 15.6 ആണ് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു റീഡിങ്ങും കൂടെ ഒരു ട്രയലും കൂടെ എടുക്കാം. സോ ലോവറിൽ നിന്ന് ഇപ്പം കിട്ടുന്നത് 16.2, അപ്പറിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വീണ്ടും ഒന്നും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട് 15 അപ്പറിൽ നിന്ന് 15 നോക്കുമ്പോൾ ഒരു 15.7 ഒക്കെ വരുന്നുണ്ട് അല്ലേ, 15.7. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ സെറ്റിൽ നമ്മളുടെ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ ലിക്വിഡും കോൺവെക്സ് ലെൻസും കൂടി കോമ്പിനേഷന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചു. ഇനി അത് നമ്മളുടെ ഇക്വേഷനിലേക്ക് ഇടുന്നു. നമ്മളുടെ ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലിക്വിഡ് ലെൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. സോ നമുക്ക് കാൽക്കുലേഷൻസിലൂടെ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഈ റീഡിങ്സ് വെച്ചത് നമുക്ക് നോക്കാം. അപ്പോൾ ഹലോ മക്കളെ,
അപ്പൊ നമ്മളുടെ ലിക്വിഡ് ലെൻസ് എന്ന് പറയുന്ന എക്സ്പെരിമെന്റിന്റെ കാൽക്കുലേഷൻസ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ഒബ്സർവേഷൻ ടാബുലേഷനിൽ നമുക്ക് ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാനുള്ളത് ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോൺവെക്സ് ലെൻസ് ആണ്. അതിനുള്ള റീഡിങ്സ് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടു. ഇനി ഇതിന്റെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ആവറേജ് ഡിസ്റ്റൻസ് എടുക്കുക അഥവാ F1 എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കറിയാം ടോപ്പിൽ നിന്നും അതേപോലെ തന്നെ ബോട്ടം സർഫസിൽ നിന്നുമുള്ള റീഡിങ്സ് ആണിത്. അപ്പൊ ഇതിന്റെ മീൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ ഇത് രണ്ടും കൂട്ടുക 9 + 10/2 ചെയ്യുക. അപ്പൊ 9.5 എന്ന് കിട്ടും. 9.2യും 10.1ന്റെയും മീൻ എടുക്കുന്ന സമയത്ത് നമുക്ക് 9.65 എന്ന് കിട്ടും. 9.2ന്റെയും 10.2ന്റെയും എടുക്കുമ്പോൾ നിങ്ങൾക്ക് 9.7 എന്നാണ് കിട്ടുക മീന്. 9ഉം 10.2 എടുക്കുമ്പോൾ 9.6 എന്ന് കിട്ടും. ഇനി ഇതിന്റെ മീൻ ആണ് നമ്മൾ എടുക്കാനുള്ളത് കേട്ടോ. അപ്പൊ മീൻ എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ കൂട്ടാം. 9.5 + 9.65 പ്ലസ് ഇതും കൂട്ടുന്നു ഡിവൈഡ് ബൈ 4 ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. ടോട്ടൽ എത്ര നമ്പർ ആണോ ഉള്ളത് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യാണ് ചെയ്യാം. അപ്പൊ നമുക്ക് 9.6125 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇത് സെന്റിമീറ്ററിലാണെന്ന് മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. കോമ്പിനേഷൻ, അതായത് നമ്മുടെ ലിക്വിഡ് വെച്ചില്ലേ, ആ ലിക്വിഡ് വെച്ചതിന് ശേഷമുള്ള ഇതേപോലെ നമ്മൾ 2 റീഡിങ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ 15.7ന്റെയും 16.2ന്റെയും 15.95 ആണ് മീൻ. രണ്ടും കൂടെ കൂട്ടുന്നു ഡിവൈഡ് ബൈ 2 ചെയ്യുന്നു. ഇത് ചെയ്യുമ്പോഴും 15.95 ആണ് ചെയ്യുക. സോ ഇതിന്റെ മീൻ എന്ത് തന്നെയാ, 15.95 തന്നെയാണ്. ഇനി നമുക്ക് അവസാനത്തെ കാൽക്കുലേഷൻ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലിക്വിഡ് ലെൻസ് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. എന്താ, F2 = F ക്യാപിറ്റൽ F, അതായത് ഇതാണ് ക്യാപിറ്റൽ F, ഇത് F1 കേട്ടോ. ഇതാണ് F1 എന്ന് പറയുന്നത്. അപ്പോൾ F1 ഡിവൈഡ് ബൈ F1 മൈനസ് F ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കുക, ക്യാപിറ്റൽ F എന്ന് പറയുന്നത് ഇത് ഞാൻ ഇപ്പുറത്ത് ചെയ്യാം കേട്ടോ, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, അപ്പൊ F2 = ഓക്കെ, അപ്പോൾ F2 = F1 ഡിവൈഡ് ബൈ F1 മൈനസ് F. ഓക്കെ, അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ F എന്ന് പറയുന്നത് 15.95 ആണ് അല്ലെ. അപ്പൊ 15.95 × 10⁻⁻². സെന്റിമീറ്ററിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം, മീറ്ററിലേക്ക് മാറ്റിയതാണ്. ദെൻ ഇവിടെ നമുക്ക് കിട്ടിയത് 9.6125 ആണ്. അപ്പൊ 9.6125 സെന്റിമീറ്റർ ആണ്. സോ മീറ്ററിലേക്ക് മാറ്റണം. × 10⁻⁻² ഡിവൈഡഡ് ബൈ F1 എന്ന് പറയുന്നത് 9.6125 × 10⁻⁻² മൈനസ് 15.95 × 10⁻⁻². സോ ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ നമുക്ക് കിട്ടാം -0.2419 മീറ്റർ എന്ന് കിട്ടും. അഥവാ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാം, -24.19 × 10⁻⁻² മീറ്റർ എന്ന് എഴുതാം. അഥവാ -24.19 സെന്റിമീറ്റർ എന്ന് എഴുതാം. നിങ്ങൾ ഇത് എഴുതണമെന്നില്ല കേട്ടോ, കാരണം SI യൂണിറ്റിലേക്കാണ് നമുക്ക് വേണ്ടത്. സോ -24.19 × 10⁻⁻² മീറ്റർ എന്ന് പറയുന്ന ഇത് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ നെഗറ്റീവിലാണ് വാല്യൂ വരിക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലിക്വിഡ് ലെൻസ് സെറ്റായി. കാൽക്കുലേഷൻസ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. അത് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാൽക്കുലേഷൻസ് തീരുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മുടെ ലിക്വിഡ് ലെൻസ്.